7, യോബ് 38:4 ഈ വാക്യങ്ങളെല്ലാം ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ചും രൂപീകരണത്തെക്കുറിച്ചും ചേർത്തെഴുതിയിരിക്കുന്ന വാക്കുകളാണ്. കാര്യം ഈ വലിയ ലെങ്തിനകത്ത് സൃഷ്ടിയും രൂപീകരണവും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ അടുത്തടുത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. അടുത്ത പേജ്. 4.5 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ ദൈവം ഭൂമിയെ സൃഷ്ടിക്കുകയും ലൂസിഫറിനെ തൻ്റെ 9.2 ബില്യൺ വർഷങ്ങളുടെ ഭരണത്തിന് ശേഷം ഭൂമി ഭരിക്കുവാൻ ഭൂമിയിലേക്കാക്കുകയും ചെയ്തു. മറക്കരുത്, 30 ബില്യൺ പ്രകാശവർഷങ്ങൾ ഡയമീറ്ററുള്ള വലിയ പ്രപഞ്ചത്തിനകത്ത് മൊത്തം ഓടി നടന്ന ലൂസിഫർ അതിനകത്തുള്ള കോടാനു കോടി നക്ഷത്രങ്ങളിൽ വസിച്ചു വരുന്ന എണ്ണിക്കൂടാത്ത കോടിക്കണക്കിനുള്ള ദൂതന്മാരുടെ മേൽ ഏതാണ്ട് അധികാരം നടത്തിയിരുന്നവനെ പിടിച്ച് 12,750 കിലോമീറ്റർ മാത്രമുള്ള ഒരു കൊച്ചു ഭൂമിയിലോട്ടിട്ടാൽ അവനെ ജയിലിൽ പിടിച്ചിടുന്നതിന് തുല്യമാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം, കഴിഞ്ഞ പ്രാവശ്യം ഞാനിതിവിടെ പറഞ്ഞില്ല. പ്രപഞ്ചത്തിൻ്റെ ഡയമീറ്റർ, നമ്മൾ ആദ്യം കണ്ട പ്രപഞ്ചത്തിൻ്റെ ഡയമീറ്റർ 30 ബില്യൺ പ്രകാശവർഷത്തോളം വരും. ഏറ്റവും കുറഞ്ഞത് 26.4 ബില്യൺ പ്രകാശവർഷങ്ങൾ വരും. അതിനകത്ത് മുഴുവനും യഥേഷ്ടം നടന്നിരുന്ന ലൂസിഫറിനെ ഇപ്പം പിടിച്ചുകൊണ്ട് വന്ന് തേണ്ടേ ഒരു കൊച്ചു ഭൂമിയിലോട്ടിട്ടു. ഭൂമിയുടെ വലിപ്പം എന്നാ ഉണ്ടെന്ന് അറിയാമോ? 12,750 കിലോമീറ്റർ ഡയമീറ്ററേ ഉള്ളത്. ഇതിനകത്തോട്ട് കൊണ്ടിട്ടു. ഇന്ത്യ മുഴുവനും നടന്ന് ഇഷ്ടം പോലെ വേണ്ടാധീനം കാണിച്ചു കൊണ്ടിരുന്ന ഒരുത്തനെ പിടിച്ച് കൊണ്ടുവന്ന് 10 അടി നീളം 10 അടി വീതിയുള്ള ഒരു ജയിൽ സെല്ലിലോട്ട് ഇട്ടാൽ അവന് ചുമ്മാ അവിടെ കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ, ആഹാരം ഫ്രീ കിട്ടുമല്ലോ എന്നൊക്കെ നമ്മൾ പറയും. അവനറിയാം അവൻ്റെ ബുദ്ധിമുട്ട്. ഇതായിരുന്നു ലൂസിഫറിന്. ഈ പ്രപഞ്ചം മുഴുവനും സഞ്ചരിച്ചിരുന്ന പുള്ളിയെ പിടിച്ച് 12,750 കിലോമീറ്റർ മാത്രമുള്ള കൊച്ചു ഭൂമിയിലോട്ടിട്ടതോടെ അവന് ഇവിടെ ബുദ്ധിമുട്ടായി. എങ്കിലും അവനാവശ്യമുള്ള സകലതും ദൈവം അവനിവിടെ പ്രൊവൈഡ് ചെയ്യുകയും അവന് വേണമെങ്കിൽ ജീവിക്കാൻ ജയിലിൽ പോകുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന പോലെ അവനാവശ്യമുള്ള സകലതും ഇവിടെ പ്രൊവൈഡ് ചെയ്ത് അവനെ ഇവിടെയാക്കി. പക്ഷേ അവൻ ഇവിടെ വസിക്കുവാൻ അധികം നാൾ നിന്നില്ല. ഭൂമിയിലും അവൻ അഹങ്കാരം കാണിച്ചു. അവൻ ദൈവത്തിൻ്റെ ശിക്ഷാക്രമത്തെ അംഗീകരിച്ചില്ല. അവൻ പറഞ്ഞു, ഞാൻ അത്യുന്നതനോട് സമനാകും. ഞാൻ മുമ്പേ പറഞ്ഞു മറ്റു ദൂതന്മാരും കൂടെ എന്നെ ആരാധിക്കണമെന്ന്. അത് ഞാൻ വേറൊരു ഭാഷയിൽ പുട്ടപ്പ് ചെയ്യുകയാണ്. ഞാൻ അത്യുന്നതനോട് സമനാകും. നിർത്തത്തില്ല. ഞാൻ പറയുന്നത് സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഞാൻ അത്യുന്നതനോട് തുല്യനായി ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൻ്റെ മേൽ ഇരുന്ന് വാഴും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവത്തോട് യുദ്ധത്തിന് തയ്യാറായി. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി തയ്യാറായവൻ ദാറ്റ്സ് റൈറ്റ്. അവന് വേണ്ടി ആ ഭൂമി സൃഷ്ടിച്ചെന്നുള്ളതിൻ്റെ ചില തെളിവുകളൊക്കെയാണ്. ഞാനതൊന്നുകൂടെ പറഞ്ഞോളാം. യുദ്ധത്തിന് വേണ്ടി തയ്യാറായവനെ വീണ്ടും ദൈവം വെട്ടി ഭൂമിയിലേക്ക് തള്ളി. ഞാനിവിടെ ഒന്നുകൂടെ വിശദീകരിക്കാൻ പോവാം. ലൂസിഫറിന് വേണ്ടിയാണ് ഭൂമി സൃഷ്ടിച്ചതെന്നതിൻ്റെ തെളിവ് യോബ് 38:6-7 വാക്യങ്ങൾ നോക്കിയാൽ ഭൂമിക്ക് അടിസ്ഥാനമിടുന്ന സമയം ദൈവപുത്രന്മാർ എല്ലാവരും ദൈവസന്നിധിയിൽ ഘോഷിച്ചുല്ലസിക്കുമ്പോൾ, ദൈവപുത്രന്മാരെന്ന് പറയുന്ന ദൂതന്മാരെക്കുറിച്ചാണ്. ദൂതന്മാരെല്ലാവരും ദൈവസന്നിധിയിൽ ഘോഷിച്ചുല്ലസിക്കുമ്പോൾ, അന്ന് ദൈവപുത്രന്മാരെന്ന് മനുഷ്യനെക്കുറിച്ച് പറയാനൊക്കത്തില്ല. ആരും മനുഷ്യനെ ഉണ്ടാക്കിയിട്ടില്ല. മനുഷ്യനെ ഉണ്ടാക്കുന്ന ചിന്ത വന്നിട്ടില്ല. അതിനു മുമ്പേ ഇത് ദൂതന്മാരുടെ കാലമാണ്. ദൈവപുത്രന്മാരെന്ന് അവിടെ പറയുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരെക്കുറിച്ചാണ്. ആ കൂട്ടത്തിൽ ഇതിനെ പാഴും ശൂന്യവും ആക്കുകയും ചെയ്തു. അടുത്ത പേജ്. ലൂസിഫർ ഭൂമിയിൽ വസിച്ചിരുന്ന കാലത്തിന് ശേഷം സ്വർഗത്തിലേക്ക് കയറുവാൻ ശ്രമിച്ചതോടെ അവനെ എടുത്തു കളയുകയും 1 ബില്യൺ വർഷങ്ങൾ ഭൂമി പാഴും ശൂന്യവുമായി കിടക്കുകയും ചെയ്തു. 1 ബില്യൺ വർഷം, 100 കോടി വർഷങ്ങൾ ഭൂമി പാഴും ശൂന്യവുമായി കിടന്നു. ഈ പാഴും ശൂന്യവുമായി കിടന്ന സമയം കൊണ്ട് ദൈവം ഭൂമിയെ ആകപ്പാടെ മാറ്റി, മുഖച്ഛായ മാറ്റി, ഇതിൻ്റെ കോസ്മോസ് തിരിച്ചു, സംവിധാന ക്രമങ്ങൾ മാറ്റി. ലൂസിഫറിന് താമസിക്കാൻ കൊള്ളത്തില്ല, പകരം മനുഷ്യന് താമസിക്കാവുന്ന ഒരു പുതിയ സംവിധാന ക്രമത്തിൽ ദൈവം ഭൂമിയെ കൊണ്ടുവരികയും അങ്ങനെ ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനെ തിരികെ സൃഷ്ടിക്കുകയും ചെയ്തു. ഞാനിവിടെ നിൽക്കാൻ പോകുകയാണ്. ഈ ലൂസിഫർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതോടെ സ്വർഗത്തിൽ അവൻ പണ്ട് പാർത്തിരുന്ന വീടുകൾ മുഴുവനും കാലിയായി. പണ്ടവൻ സ്വർഗത്തിൽ അവനെ പാർപ്പിച്ചിരുന്ന വീടുകൾ മുഴുവനും കാലിയായി. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഒഴിഞ്ഞു കിടക്കുക. ഇതൊക്കെ ഈ ഉണ്ടാക്കിയത് ലൂസിഫറിന് താമസിക്കാനാണ്. അത് നിങ്ങൾക്ക് കൊള്ളുകയില്ല. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒന്നുകൂടി ഒരുക്കേണ്ടതുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കും.
ഇതിനെ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഐ വിൽ പ്രിപ്പയർ ദ പ്ലേസ്, നിങ്ങൾക്ക് വേണ്ടി ഞാനത് ഒരുക്കും എന്ന് യേശു പറഞ്ഞു. ഭൂമിയിൽ അവനെ പാർപ്പിച്ചിരുന്നു. അവൻ ഇവിടുന്ന് മാറിയതോടെ ഇവിടെയും ഒരു വേക്കൻസി ഉണ്ടായി. അവനിവിടുന്ന് പോയ സ്ഥാനത്ത് ഈ ഭൂമിയിലും ആ മനുഷ്യന് പാർക്കത്തക്ക ഒരു വേക്കൻസി ഉണ്ടാകുകയും ആ വേക്കൻസിയിലേക്ക് ദൈവം ഇവിടെ മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രത്യേകമുള്ളൊരു ആശയമാണ്. ഈ ഭൂമിയെ തിരികെ കൊണ്ടുവരുമ്പോൾ സാത്താൻ അതിനെ വീണ്ടും പിടിക്കണമെന്ന് ആശ തോന്നി. ഭയങ്കര ഗൗരവമുള്ള ആശ. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഒന്നുമില്ല. അവിടെ പോകണമെങ്കിൽ ഇനി ഒരു 2 ആഴ്ചയ്ക്കായി ഞങ്ങൾ അവിടെ എത്തിയേക്കും. പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ഇപ്പോൾ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഒന്ന് ഗ്രഹിച്ചാലും കേട്ടാലും ഈ ഭൂമിയെ ലൂസിഫറിന് നഷ്ടപ്പെട്ടു. അവന് പാർക്കുവാൻ കൊള്ളാത്ത വേറൊരു സംവിധാന ക്രമത്തിൽ ഭൂമിയെ കൊണ്ടുവന്നു. പക്ഷെ ഭൂമിയെ എങ്കിലും തിരികെ പിടിക്കണമെന്ന് അവന് തോന്നി. എന്തിനു വേണ്ടി? ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യേണ്ടതിന് അവനൊരു ബേസ് വേണം. ഇവിടുന്ന് അവനെ പുറത്താക്കിയതോടെയാണ് അബദ്ധം പറ്റിയല്ലോ എന്നവന് ബോധ്യപ്പെട്ടത്. ഇവിടുന്ന് പോയി സ്വർഗത്തിൽ ചെന്ന് യുദ്ധം ചെയ്യാൻ പോയതാണ്. ആ പോക്കിലാണ് ഇവനെ വെട്ടി തള്ളിയത്. ഇവിടെ കാണാൻ നിന്നിരുന്നെങ്കിൽ ഇതെങ്കിലും കയ്യിലിരുന്നേനെ. ഇപ്പം ഇതുമില്ല. എന്തിനാണ് ഒരു ബേസ് ലൂസിഫറിന് വേണ്ടത്? ഒന്ന് ഗൗരവമായി ശ്രദ്ധിച്ചോണം. ഞാനിവിടെ ഉപയോഗിച്ച ഒരു ഉദാഹരണമാണ്. നമ്മുടെ ബൈബിൾ ക്ലാസ്സിനകത്ത് ഞാനത് തൊട്ടിരുന്നു. ഈ റഷ്യയും അമേരിക്കയും രണ്ടുപേരും വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്ത് തോപ്പം ബോംബിട്ടു. നമുക്കെല്ലാം അറിയാവുന്നതാണ്. എന്തിനാ ആ കൊച്ചു രാജ്യം ആർക്ക് എന്നെ എടുക്കാനാ? റഷ്യക്ക് ചിന്തയുണ്ടായിരുന്നു, ഞങ്ങളുടെ ഒരു താവളമാക്കി ഒരു ബേസായി ഇതിനെ എടുത്താൽ ഫാർ ഈസ്റ്റിൽ എവിടെയെങ്കിലും യുദ്ധമുണ്ടായാൽ അവിടെ ഈ ബേസിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഫാർ ഈസ്റ്റിനെ നിയന്ത്രിക്കാം. അപ്പോൾ അമേരിക്ക പറഞ്ഞു ശരിയാകുകയില്ല. ഇവിടുത്തെ റഷ്യക്കാരന് വിയറ്റ്നാമിലൊരു താവളം ഉണ്ടായാൽ അത് ഞങ്ങൾക്ക് കേട് ചെയ്യും, അതുകൊണ്ട് ആ താവളം കൊടുക്കത്തില്ല, ഞങ്ങൾ പിടിക്കും. ഇതിനായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ തോപ്പം ബോംബിട്ടത്. ഇതുപോലെ സാത്താൻ തീരുമാനിച്ചു എനിക്കൊരു ബേസ് വേണം. ദൈവത്തോട് അവൻ നിരന്തരമായൊരു സമരം പ്രഖ്യാപിച്ചു. ഞാൻ ഉന്നതത്തിൽ കയറും, ദൈവത്തെ തോൽപ്പിക്കും അവൻ തീരുമാനിച്ചു. അവൻ്റെ കൂടെ കൂടുന്ന ഒരു കൂട്ടം ദൂതന്മാരെയും അവന് കിട്ടി. ഇവരുമായി അവനൊരു ബേസ് വേണ്ടതിന് വേണ്ടി ഈ ഭൂമിയെ ബേസായി പിടിക്കാൻ തീരുമാനിച്ചു. കർത്താവ് പറഞ്ഞു ഞാൻ കൊടുക്കത്തില്ല, അത് എൻ്റെ ബേസായിരിക്കും. ഞാൻ എൻ്റെ തത്വത്തിൽ എൻ്റെ കൾച്ചറിൽ ഭൂമിയെ കൊണ്ടുവരും. ഞാൻ ഇവിടെ ക്ലാസ് എടുത്ത കൂട്ടത്തിൽ ബേസ് അല്ലെങ്കിൽ കോളനി എന്ന ആശയം തൊട്ടിരുന്നു. ഒരു കോളനി എന്ന് പറഞ്ഞാൽ എന്തുവാ? തൻ്റെ ദൈവിക കോളനിയായി, സ്വർഗത്തിൻ്റെ കോളനിയായി ഈ ഭൂമിയെ കൊണ്ടുവരാൻ ദൈവം തീരുമാനിച്ചു. പൈശാചിക കോളനിയായി അവൻ്റെ വകയായി ഇതിനെ മാറ്റാൻ പിശാചിൻ തീരുമാനിച്ചു. ഒരു കോളനി എന്ന് പറഞ്ഞാൽ എന്തുവാ? ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്നു ഇന്ത്യ. അതുകൊണ്ട് ഇന്നും നമ്മളിവിടെ കാർ ഓടിക്കണമെങ്കിൽ റോഡിൻ്റെ ഇടത്തുവശത്തൂടെ പോകാനൊക്കത്തുള്ളൂ. ഇവിടെ ഓടുന്ന കാറിൻ്റെ വലത്തുവശത്തായിരിക്കും സ്റ്റിയറിങ്. പക്ഷേ അമേരിക്കയുടെ കോളനിയിൽ കാർ ഓടുന്നത് റോഡിൻ്റെ വലത്തുവശത്തൂടാണ്, ഇടത്തുവശത്തല്ല. അത് അവിടുത്തെ കാറിൻ്റെ ഡ്രൈവർ സീറ്റ് ഇടത്തുവശത്തെ വരത്തുള്ളൂ. ഇത് ബ്രിട്ടീഷ് കൾച്ചറും അത് അമേരിക്കൻ കൾച്ചറുമാണ്. ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന ആളുകൾ ബ്രിട്ടീഷ് സ്പെല്ലിംഗ് എഴുതിയില്ലെങ്കിൽ സ്കൂളിൽ തോറ്റുപോകും. അവിടുത്തെ സ്പെല്ലിങ് അമേരിക്കൻ സ്പെല്ലിങ് പറ്റത്തില്ല. കാരണം ബ്രിട്ടീഷ് സംസ്കാരമാണ് ഇവിടെയുള്ളത്, ബ്രിട്ടീഷുകാരുടെ സംസ്കാരം. ഇതുപോലെ ദൈവിക സംസ്കാരം നിലനിർത്തുന്ന ദൈവിക കോളനിയാക്കുവാൻ ദൈവം ഭൂമിയെക്കുറിച്ച് തീരുമാനിച്ചു. ഭയങ്കര പ്രാധാന്യമുള്ള വാക്കുകളാണ് ഞാൻ ഈ ഉപയോഗിക്കുന്നത്. സാത്താനാകട്ടെ അവൻ്റെ കൾച്ചർ സൂക്ഷിക്കുന്ന സാത്താന്യ കോളനിയാക്കി ഇതിനെ മാറ്റാൻ ആഗ്രഹിച്ചു. അവനൊരവസരം കൊടുക്കാതെ ദൈവം ഇതിനെ ദൈവിക കോളനിയാക്കുകയും ഈ കോളനിയെ ഭരിക്കുവാൻ, മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ദൈവം തീരുമാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. ഉണ്ടാക്കുക എന്ന വാക്കിന് 3 ഘടകങ്ങൾ ബൈബിളിൽ കാണാം. ഒന്ന്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോലും കേട്ടിട്ടില്ലാത്തവർ എത്ര പേരുണ്ട്? കൈയൊന്ന് കണ്ടോട്ടെ. ഞാനായിട്ട് ഇവിടെ പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത എത്ര പേരുണ്ട്? കൈയൊന്ന് കണ്ടോ. കേട്ടവരുടെ കൈ കാണണ്ട. മിക്കവാറും പേര് കേട്ടതാണ്. അപ്പം ഞാൻ എളുപ്പം അങ്ങ് പറഞ്ഞങ്ങ് വിട്ടേക്കാം. മിക്കവാറും പേര് കേട്ടതാണ്. ഞാനൊരു 4-5 പ്രാവശ്യം എടുത്തതായതുകൊണ്ട് ഇച്ചിരി എടുത്തതാണ്. ഇപ്പോഴും ഇച്ചിരി എടുക്കാനൊക്കത്തുള്ളൂ. ദൈവിക കോളനിയാക്കി ഇതിനെ മാറ്റേണ്ടതിന് ദൈവത്തിൻ്റെ പ്രതിനിധിയായി മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യനെ ഉണ്ടാക്കി. ഉണ്ടാക്കുക എന്ന വാക്കിന് 3 പ്രക്രിയകൾ ഉള്ളതായി ബൈബിൾ പഠിപ്പിക്കുന്നു. ഒന്ന്, മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കാണാം. സൃഷ്ടിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കുക എന്ന. 2, നിലത്തെ പൊടി കൊണ്ട് അവനെ രൂപീകരിച്ചു എന്ന് കാണാം. രൂപീകരിക്കുക എന്ന് പറഞ്ഞത് ഉള്ള ഒന്നിനെ വേറൊരു രൂപത്തിലേക്ക് ആക്കുക എന്ന. ഇത് രണ്ടും മനുഷ്യനിൽ നടന്നു. എങ്ങനെ നടന്നു?
ഒന്ന്, അന്ന് വരെ ഇല്ലാത്ത ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവുമുള്ള ഒരു മനുഷ്യ ആത്മാവ് എന്നൊരാത്മാവിനെ ദൈവം സ്വർഗത്തിൽ വെച്ച് സൃഷ്ടിച്ചു. രണ്ട്, ഈ ഭൂമിമേൽ ഈ മനുഷ്യന് അധികാരമുണ്ടാകേണ്ടതിന് ഭൂമിയിലെ നിലത്തിലെ പൊടി കൊണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരം ഇവിടെ രൂപീകരിച്ചു. താൻ സൃഷ്ടിച്ച ആത്മാവിനെ രൂപീകരിച്ച ശരീരത്തിലേക്ക് ഊതിക്കയറ്റി. ഇപ്പം അത്രേ പറയാനൊക്കത്തുള്ളൂ, വിശദീകരിക്കാനൊക്കത്തില്ല. ഊതിക്കയറ്റി അവൻ ജീവനുള്ള ദേഹി ആയിത്തീർന്നു. ആത്മാവിൻ്റെ സാദൃശ്യവും സ്വരൂപവും ദൈവത്തിൻ്റേത്, ശരീരത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും ദൈവത്തിൻ്റേത്. എങ്കിൽ ഉളവായ ജീവനും സാദൃശ്യവും സ്വരൂപവും ദൈവത്തിൻ്റേത്. രക്തം ദൈവിക സ്വഭാവം, എല്ലാം ദൈവിക കൾച്ചർ, ദൈവിക മാന്യത ഉള്ള ഒരു മനുഷ്യനെ ദൈവം ഇവിടെ ഉണ്ടാക്കി. ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് പാർപ്പിക്കേണ്ടതിന് ഏദൻ എന്നൊരു തോട്ടമുണ്ടാക്കി. ഏദൻ എന്ന വാക്കിനെക്കുറിച്ച് ഒരു ദൈവദാസൻ പറയുന്നത്, മൈൽസ് മൺറോ എന്നൊരു കർത്താവിൻ്റെ ദാസൻ താൻ മരിച്ചുപോയി. ആ മനുഷ്യൻ പറയുന്ന ഒരാശയത്തിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് കയറിയത്. അദ്ദേഹം പറയുന്ന ചില പദങ്ങൾ ശ്രദ്ധിച്ചാലും, ഏദൻ എവിടെയായിരുന്നു എന്ന് അതിൻ്റെ അക്ഷരീക സ്ഥാനം കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ അക്ഷരീക സ്ഥാനത്തേക്കാൾ പ്രാധാന്യം അതിൻ്റെ ആത്മീക സ്ഥിതിയാണ്. ഏദൻ്റെ ആത്മീക സ്ഥിതി എന്താണ്? എന്നും ദൈവം ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം വസിക്കുന്ന ഇടമാണ് ഏദൻ. അതായിരുന്നു അതിൻ്റെ സാധ്യത. ഏദനിൽ മനുഷ്യനെ കൊണ്ടുവന്നാക്കി. ഇനിയും അദ്ദേഹം തന്നെ പറയുന്ന വേറൊരു പദത്തിലേക്ക് ഞാൻ തിരിയട്ടെ. ദൈവം നക്ഷത്രങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ നക്ഷത്രങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള പാത ഉണ്ടാക്കി. ദൈവം വൃക്ഷങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ വൃക്ഷങ്ങൾക്ക് വളരാനുള്ള മണ്ണുണ്ടാക്കി. ദൈവം മത്സ്യങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ മത്സ്യങ്ങൾക്ക് വളരുവാനുള്ളതായ വെള്ളമുണ്ടാക്കി, ജീവിക്കാനുള്ള വെള്ളം. ഏദനിൽ മനുഷ്യനെ പാർപ്പിക്കുന്നതിന് മുന്നമേ പാർക്കേണ്ടതിനാവശ്യമായ ദൈവസാന്നിധ്യം ഉണ്ടാക്കി. ഇനി നമുക്കൊരു പടി ഒന്ന് തിരിഞ്ഞു പോകാം. ദൈവം സൃഷ്ടിച്ച മത്സ്യം ദൈവമാക്കിയ വെള്ളത്തിൽ നിന്ന് വെളിയിൽ വന്നാൽ എന്നാ സംഭവിക്കും? ചത്തു, അന്നേരത്തെ ചാവും. ചില മത്സ്യങ്ങൾ ചില മണിക്കൂറുകൾ ജീവനോടിരിക്കും, അത് കഴിഞ്ഞ് ചാകും. ചിലത് മിനിറ്റുകൾക്കകം മരിക്കും, ചത്തു. ദൈവം ഉണ്ടാക്കിയ സസ്യങ്ങൾ ദൈവം അവയ്ക്ക് വേണ്ടി സൃഷ്ടിച്ച മണ്ണിൽ നിന്ന് വെളിയിൽ വന്നാൽ എന്നാ പറ്റും? ചത്തുപോകും. ചിലത് ഉടനെ കരിഞ്ഞു പോകും, മണിക്കൂറുകൾ കൊണ്ട് വാടിത്തുടങ്ങും. ചിലത് ചില മാസങ്ങൾ കൊണ്ട് വാടും, രണ്ടായാലും ചത്തുപോകും. ദൈവം സൃഷ്ടിച്ച നക്ഷത്രങ്ങളുടെ പാത വിട്ട് പുറത്തു വന്നാൽ എന്തു സംഭവിക്കും? അതിനെയാണ് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് വിളിക്കുന്നത്. സ്വയം കത്തിത്തീരുന്നതിന് മുന്നമേ ഒത്തിരി നക്ഷത്രങ്ങളെയോ ഗ്രഹങ്ങളെയോ ഇടിച്ചത് നശിപ്പിക്കും. ഇനിയും ആദം ഹവ്വമാർ പാർക്കേണ്ടതിന് ദൈവമുണ്ടാക്കിയ ദൈവസാന്നിധ്യത്തിൻ്റെ വെളിയിൽ വന്നാൽ അവനും ചത്തുപോകും. അതുകൊണ്ട് തന്നെയാണ് ദൈവം പറഞ്ഞത്, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ കാറ്റുപോകും, ചത്തുപോകും. കാര്യം അന്ന് നിന്നെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കും, നീ ചത്തത് തന്നെ. ഇവിടെ ദൈവമക്കളൊരു കാര്യം ഓർക്കണം, നമ്മളെ ദൈവമാക്കിയ ദൈവസാന്നിധ്യത്തിൽ പുറത്തു പോയാൽ നമ്മളും അങ്ങനെ തന്നെ ഇരിക്കും. ഒരു മത്സ്യം വെള്ളത്തിൽ നിന്ന് വെളിയിൽ വന്നാൽ എളുപ്പം അങ്ങ് ചാവും. ഒരു ആവറേജ് വിശ്വാസ ദൈവസാന്നിധ്യത്തിൽ നിന്ന് വെളിയിൽ വന്നാൽ 2-3 ആഴ്ച സഭായോധന കണ്ടില്ലെങ്കിൽ മിക്കവാറും പലതും തീരും. ചിലത് 2 മാസം 3 മാസം വരെ തള്ളിപ്പോവും. അത് കഴിഞ്ഞ് അവൻ പോക്കാം. എനിക്കിപ്പം പുതിയ വെളിപ്പാടാ, പുതിയ കാഴ്ചപ്പാടാ, മോനെ ചത്തടാ, ഇനി എവിടെയെങ്കിലും അടക്കി കിട്ടിയാൽ മതി, വേറൊന്നുമില്ല, അതങ്ങ് പോയി. നേരെ മറിച്ച് ഒരു വൃക്ഷം മണ്ണിൽ നിന്ന് വെളിയിൽ വന്നാൽ കുറച്ച് നാളൊക്കെ നിൽക്കും. ഉപദേശിയാണ് വെളിയിൽ വന്നതെങ്കിൽ കുറച്ച് നാളൊക്കെ നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഇവൻ ചത്തോളും, ഇത് ചത്തിരിക്കും. പ്രയോജനപ്പെടുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ടെലിവിഷൻ സ്റ്റാറുകൾ, പ്രസംഗവേദികളിൽ പ്രകാശിച്ച നക്ഷത്രങ്ങൾ, ഉപദേശത്തിലും വിശുദ്ധിയിലും ശുശ്രൂഷയിലും ഉന്നതന്മാർ ട്രാക്ക് തെറ്റിയാൽ എന്നാ പറ്റും? നക്ഷത്രത്തിന് പറ്റിയ പോലെ ഷൂട്ടിംഗ് സ്റ്റാറാ. കണ്ട പല സഭകളുടെയും വിശ്വാസം നശിപ്പിച്ച് പലതിനെ ഇടിച്ചു പൊളിച്ച് ചൊടിവിൽ കത്തിത്തീരും. അത്രേ ഉള്ളൂ. നമുക്ക് ദൈവകൃപയിൽ വസിക്കാം. ആദം ഹവ്വമാരെ അവിടെയാക്കിയ അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം, നിങ്ങൾ ഈ ഭൂമിയെ അടക്കി വാഴണം, എനിക്ക് പകരം നിങ്ങൾ ഈ ഭൂമിയെ അടക്കി വാഴണം. മനസ്സിലാകുന്നുണ്ടല്ലോ? ദൈവിക കോളനിയാക്കേണ്ടതിന് ദൈവം തീരുമാനിച്ച് മനുഷ്യന് കൊള്ളാവുന്ന സാഹചര്യം ഇവിടെ സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കിയേച്ച് പറഞ്ഞു, നീ എന്നെ പ്രതിനിധീകരിച്ച് ഇതിനെ ദൈവിക കോളനിയാക്കേണ്ടതിന് ഇതിനെ അടക്കി വാഴുക. ആകാശത്തിലെ പക്ഷികൾ, വയലിലെ മൃഗങ്ങൾ, കാട്ടിലെ മൃഗങ്ങൾ, വെള്ളത്തിലെ മത്സ്യങ്ങൾ വരെ നിൻ്റെ അധീനതയിലായിരിക്കും. നീ അതിനെ സൂക്ഷിക്കുക, നീ ഇതിനെ പരിപാലിച്ചോണം. ഇങ്ങനെ ആക്കിയ ശേഷം ദൈവം തൽക്കാലത്തേക്ക് മാറി. എന്നും വെയിലാറുമ്പോൾ വരും. സാത്താന് അവൻ്റെ കോളനിയായി ഇതിനെ പിടിക്കാൻ തീരുമാനിച്ചു. ഇവിടെ മുതൽ ആത്മയുദ്ധത്തിലോട്ട് പയ്യെ കയറുക. സാത്താന് നമുക്ക് അടുത്ത പേജൊന്ന് എടുത്തേ, മനുഷ്യ സൃഷ്ടി വരെ നമുക്കൊന്ന് പോകാം.
തണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ലൂസിഫർ തള്ളപ്പെട്ടു, ഭൂമിയെ ദൈവം മാറ്റി മനുഷ്യനെ സൃഷ്ടിക്കുക. അടുത്ത പേജ്. ഈ സാത്താനെയാണ്, ഈ ലൂസിഫറിനെയാണ് ഇന്ന് നമ്മൾ സാത്താൻ എന്ന് വിളിക്കുന്നത്. ഒരളവിൽ ഞാൻ പറഞ്ഞു, ആ പേരൊന്നും അങ്ങോട്ട് കറക്റ്റ് പറയാൻ ഒക്കത്തില്ല. സാത്താൻ എന്നൊരു ശക്തിയുണ്ട്, അവൻ്റെ കൂടെ കൂടിയ എല്ലാത്തിനെയും കൂടെ ആ പേരിൽ നമ്മൾ പൊതുവെ വിളിക്കുന്നത്. ചിലയിടങ്ങളിൽ ഞാൻ ലൂസിഫർ എന്ന് പറഞ്ഞു തരും, ചിലയിടങ്ങളിൽ സാത്താൻ എന്ന് പറഞ്ഞു തരും. ഇതൊക്കെ വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്തങ്ങളായതുപോലെ ഇതിനകത്തും വ്യത്യസ്ത വ്യക്തിത്വങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ തെളിവുകളിലേക്ക് നമ്മൾ ഇച്ചിരി കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. സാത്താൻ്റെ ബൈബിൾ ഇന്ന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. ആ ബൈബിളിൻ്റെ എഴുത്തുകാരെക്കുറിച്ച് അത് തന്നെ പറയുന്നുണ്ട് വ്യത്യസ്ത പേരുകളിൽ. അവൻ്റെ ബൈബിൾ ഇന്ന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിവരം പിടി കിട്ടും കുറച്ചുകൂടെ. ഓൾറൈറ്റ്, ഇവൻ ദൈവത്തിങ്കിൽ നിന്ന് അന്യപ്പെട്ടു. ആ സമൂഹത്തെ, ലൂസിഫറിനെ, അവൻ്റെ കൂടെ ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു, അവരെയും എല്ലാത്തിനെയും കൂടെ ചേർത്താണ് സാത്താൻ എന്ന വാക്കുകൊണ്ട് തൽക്കാലം ഞാൻ അർത്ഥമാക്കുന്നത്. ലൂസിഫർ എന്ന പദവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, കാര്യം അവൻ അതിലെ പ്രമാണികളിൽ ഒന്നാണ്. ഓക്കെ, ഞാൻ അതിന് അത്ര ഇപ്പോൾ അവിടെ വിശദീകരിക്കുന്നുള്ളൂ. അവനെ തള്ളി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അടുത്ത പേജ്, നെക്സ്റ്റ് പേജ്. ഇവിടെ എങ്കിലും വിശദീകരിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഭൂമിയിൽ ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ അവിടെ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 28 വരെ വാക്യങ്ങളിൽ സൃഷ്ടിയുടെ ഉദ്ദേശം പറഞ്ഞു. ഡൊമെയിൻ ചെയ്യുവാൻ, ഭരിക്കുവാൻ, ദൈവത്തിന് പകരം ഈ ഭൂമിയെ ദൈവിക കോളനിയാക്കി മാറ്റുവാൻ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം ഇവിടെയാക്കി. ഞാനിതിനൊരു കൊച്ചു ഉദാഹരണം ഉപയോഗിക്കാറുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സംശയം തോന്നുന്നു. നിങ്ങൾക്ക് കാണാൻ പ്രയാസമുണ്ടെങ്കിൽ എങ്ങോട്ടേലും വേണേൽ മാറിയിരുന്നു, ക്ലിയറായിട്ട് കാണാവുന്ന എവിടേലും മാറിയിരുന്നു. ഒരു കൈക്കകത്ത് ഭൂമിയെ വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്നൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഒൺലി എ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. പിള്ളേർക്ക് സംശയം തുടങ്ങി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയല്ല, ദൈവത്തിൻ്റെ കൈകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് മാത്രം അങ്ങനെ കാണിച്ചതാണ്. ഇറ്റ്സ് എ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. നമുക്കെടുത്ത് മാറ്റാം, ആരെയും സംശയിപ്പിക്കണ്ട. ഓക്കെ, ഞാൻ പറഞ്ഞാൽ ഇതൊരു ഒരു 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 ബിഗിനിങ് ലെവലിലാണിത്. നമ്മളിത് 1-2 പ്രാവശ്യം ഡെവലപ്പ് ചെയ്തെങ്കിലേ അതിൻ്റെ ഇതുപോലെയാണ് ഓരോ പ്രശ്നം നമുക്ക് മനസ്സിലായി വരുന്നത്. ആദം ഹവ്വമാരെ ദൈവം സൃഷ്ടിച്ചു. അവിടെ നിൽക്കട്ടെ ചില മിനിറ്റുകൾ. ആദം ഹവ്വമാർ പതുക്കെ പാപത്തിലകപ്പെട്ടു. ഇവിടെ എനിക്ക് 2 മിനിറ്റ് നിന്നേ പറ്റൂ. എങ്ങനെയാണ് ആദം ഹവ്വമാർ പാപത്തിലകപ്പെട്ടത്? എന്തിനാണത് സംഭവിച്ചത്? ദൈവം ആദമിനെയും ഹവ്വയും സൃഷ്ടിച്ച് ഭൂമിയിലാക്കുമ്പോൾ മണ്ണിൽ നിന്ന്, നിലത്തെ പൊടിയിൽ നിന്നൊരു ശരീരമുണ്ടാക്കി ആത്മാവിനെ ആ ശരീരത്തിലേക്ക് ഊതിക്കയറ്റി ജീവനുള്ള ദേഹിയാക്കി നിർത്തി. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാവിന്, ദൈവം അയച്ച ആത്മാവിനും ഭൂമിയുടെ മേൽ ഒരധികാരവുമില്ല. ഉണ്ടാകണമെങ്കിൽ ഇവിടുത്തെ പൊടി കൂടെ വേണം. ലീഗൽ റൈറ്റ് ഇവിടുത്തെ പൊടിയെന്നേ ഉള്ളൂ, ഇല്ലാതെ ഒക്കത്തില്ല. ദൈവത്തിന് എന്നെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ലീഗൽ ബോഡി വേണം. കാര്യം ഇതിൻ്റെ അധികാരിയായി ദൈവം മനുഷ്യനെ ആക്കുക. ഇതുപോലെ തന്നെ സാത്താനും ഇതിനകത്ത് കയറണമെങ്കിൽ ഈ മണ്ണിൽ നിന്നെടുത്ത ഒരു ലീഗൽ ബോഡി വേണം. അതിനുവേണ്ടി അത് ഒരു പാമ്പിനെ ആശ്രയിച്ചു. പാമ്പിലൂടെ തോട്ടത്തിൽ കയറി, പാമ്പിലൂടെ ഔവ്വയിലൂടെ ആദാമിനെയും ആക്രമിച്ചു. അവർ പരാജയപ്പെട്ടതിനെ തുടർന്ന് യഹോവയായ ദൈവം വരികയും പാപം ചെയ്യുന്ന തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞിരുന്നതുപോലെ അവരെ പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ പുറത്താക്കുമ്പോൾ, ഞങ്ങൾ ഇവിടുത്തെ ഇപ്രാവശ്യത്തെ ബൈബിൾ ക്ലാസ്സിൽ ഗൗരവമായി തൊട്ടതാണ്. അങ്ങനെ പുറത്താക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ദൈവം സാത്താനോട്, പാമ്പിനോട് പറയുന്നൊരു വാക്കുണ്ട്. നീയും സൂക്ഷിച്ചു, സ്ത്രീയുടെ സന്തതി നിൻ്റെ തല തകർത്തിരിക്കും. ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ട്. സാത്താനെ, നീ ഒരു ലീഗൽ ബോഡി, പാമ്പിൻ്റെ ശരീരം എടുത്തല്ലേ വന്നത്, ഞാനും ലീഗൽ ബോഡി തിരിച്ചു വരും. സ്ത്രീയുടെ സന്തതിയായി മനുഷ്യരൂപത്തിൽ ഈ മണ്ണിൽ നിന്നെടുത്ത ശരീരത്തിൽ ഞാനും വരും. നമ്മൾ തമ്മിൽ നേരിട്ടൊന്ന് കാണും. അന്ന് ഞാൻ നിൻ്റെ തലയും തകർത്തിരിക്കും. നീ ഇന്ന് ഇത്രയും സാധിച്ചു, അവരെ ഞാൻ വീണ്ടെടുക്കും, നിൻ്റെ തലയും തകർക്കും. അതുവരെ പാമ്പെ നീ അനുവദിച്ചു കൊടുത്തതിനാൽ നീ എഴഞ്ഞു നട, ഭൂമിയിലെ പൊടി തിന്ന്. മനുഷ്യ, നിന്നെ മണ്ണിൽ നിന്നെടുത്തു, മണ്ണിൽ തന്നെ നിന്നെ കുഴിച്ചിടും. ഇതെല്ലാം പറഞ്ഞു. എന്നാൽ അന്നു മുതൽ ഒരു മനുഷ്യക്കുട്ടിയാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യപ്രജയാൽ എൻ്റെ തല പോകുമല്ലോ എന്ന ചിന്ത പാമ്പിനുണ്ട്, അല്ലെങ്കിൽ സാത്താനുണ്ട്. അതുകൊണ്ട് ആദം ഹവ്വമാരെ വശീകരിക്കാതെ
ഒരിക്കലും ഈ ഭൂമിയുടെ അധികാരം എടുക്കുവാനും തൻ്റെ തല സംരക്ഷിക്കുവാനും കഴിയാത്തതിനാൽ ആദം ഹവ്വമാരെ വഞ്ചിക്കുവാൻ സാത്താൻ തീരുമാനിച്ചു. ഒന്നുകൂടെ പറയാം, ഭൂമിയിൽ ദൈവം മനുഷ്യനെയാക്കി. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം, ആരംഭത്തിങ്കൽ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്നു. ബ്രിട്ടീഷ് കോളനിയായി ബ്രിട്ടീഷ് സംസ്കാരത്തിൽ ബ്രിട്ടീഷ് നിയമത്തിൽ ഇതിനെ കൊണ്ടുപോകേണ്ടതിന് ഒരു ബ്രിട്ടീഷുകാരനെ വൈസ്രോയിയായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവിടെയാക്കി. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വൈസ്രോയിയായി ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് തൻ്റെ നിയമങ്ങൾ പറഞ്ഞുകൊടുത്ത് ഈ മണ്ണിലാക്കി, ഈ മണ്ണിൻ്റെ അധികാരം ഏൽപ്പിച്ചു. ഇത് തിരികെ പിടിക്കണമെങ്കിൽ ഈ മനുഷ്യനെ വശീകരിച്ചേ മതിയാകൂ. അതിന് ഈ ഭൂമിയിൽ വരെ ആദ്യം വരാൻ വേണ്ടി പാമ്പിൻ്റെ ജഡശരീരം വാടകയ്ക്കെടുത്ത്, അതുവഴിയാണ്, വാടകയ്ക്കല്ല തൽക്കാലത്തേക്ക് എടുത്ത്, അതുവഴി സാത്താൻ ഭൂമിയിൽ ലീഗൽ ശരീരത്തിൽ പ്രവേശിച്ചു. അവൻ ആദമിനെ കൊണ്ട് പാപം ചെയ്യിച്ചു. ഇവിടെ ഒന്നാമത് കാണുന്ന ചിത്രം ആദമിനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നതാണ്. ഓൾ റൈറ്റ്. രണ്ടാമത്തെ ചിത്രത്തിൽ പാപം ചെയ്തവനായ ആദമിനും ഹവ്വയ്ക്കും മക്കൾ ജനിക്കുന്നു. അവർ തോട്ടത്തിൻ്റെ വെളിയിൽ പോകുന്നു. തോട്ടത്തിൻ്റെ വെളിയിൽ പോകുമ്പോൾ ദൈവം അവരോട് പറഞ്ഞിരുന്നു, നിശ്ചയമായും നിങ്ങൾ മരിച്ചിരിക്കും. നിന്നെയും എടുത്ത നിലത്തെ പൊടിയെന്നാണ് അവിടെ തന്നെ കുഴിച്ചിടും. പക്ഷെ അവിടെ കൊണ്ട് ചരിത്രം തീർന്നില്ല. ഞാൻ ഇവിടെ ഇറങ്ങി വരികയും ഞാൻ ഈ ജനത്തെ ഉദ്ധരിക്കുകയും ചെയ്യും. ആദം ഹവ്വമാർക്ക് കുട്ടികൾ ജനിച്ചു. കായേനും ഹാബേലും യാഗത്തിന് പോയതാണ് താഴെ ഇടത്തുവശത്ത് കാണുന്നത്. തുടർന്ന് കായേൻ ഹാബേലിനെ കൊല്ലുകയും ഭൂമിയിൽ ഒന്നാമത്തെ രക്തസാക്ഷിയായി ഹാബേൽ മാറ്റപ്പെടുകയും മറുവശം കൊലപാതകനായി കായേൻ വേർതിരിയുകയും ചെയ്തു. അങ്ങനെ ദൈവിക സ്വഭാവത്തിൽ നിന്ന് മാറി പൈശാചിക സ്വഭാവം മനുഷ്യനായി. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നിന്നും മനുഷ്യൻ തെന്നിത്തുടങ്ങി പൈശാചിക സ്വഭാവത്തിലേക്ക്, പൈശാചിക അനുസരണത്തിലേക്ക് ആദം ഹവ്വമാരും സ്വഭാവത്തിലേക്ക് കായേനും മാറ്റപ്പെട്ടു. നെക്സ്റ്റ് പേജ്. തുടർന്ന് അവരുടെ സന്തതികൾ പെരുകി തുടങ്ങി. ഇവിടെ ഞാൻ ചില ചരിത്രഭാഗത്തേക്ക് പോകുകയാണ്. ഈ ചരിത്രഭാഗത്തിൻ്റെ സമ്മറി എനിക്കെടുത്തു തന്ന മാന്യ സഹോദരൻ ഇന്നതിനകത്തില്ല എന്ന് ഞാൻ ദുഃഖത്തോടെ ഓർക്കുന്നു. എന്നെ ഒരുപാട് അദ്ദേഹം സഹായിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് ഞാൻ ദുഃഖത്തോടെ ഓർക്കുന്നു. ചാവുകടൽ ലിഖിതങ്ങൾ എന്ന പേരിൽ ഒരു കൂട്ടം പുസ്തകങ്ങൾ 1946 56 ഇടയിൽ മനുഷ്യന് കണ്ടുകിട്ടിയിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയാം. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ എന്ന് പറയുന്ന കുറച്ച് പേര് കാണും. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലും ചുമ്മാ എന്ന് പറയുന്നവരുണ്ട്. സൂര്യൻ ഉണ്ടെന്ന് പറഞ്ഞാലും കണ്ണുകൂട്ടം പറഞ്ഞൊന്നും ഇല്ലെന്ന്, അതിനിപ്പോൾ ആർക്കൊന്നും ചെയ്യാൻ ഒക്കുകയില്ല, അങ്ങനെയൊക്കെ കാണും. ചാവുകടൽ ലിഖിതങ്ങൾ കണ്ടുകിട്ടിയിട്ടില്ലെന്ന് വരെ പറയുന്നവരുണ്ട്. അങ്ങനെ എല്ലാത്തിനും പറച്ചിൽ കാണും. പക്ഷെങ്കിൽ ഈ സാധനം ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അത് തർജ്ജമ ചെയ്ത ഇംഗ്ലീഷിലെ വേർഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. ചാവുകടൽ ലിഖിതങ്ങളിൽ 981 പുസ്തകങ്ങളുണ്ട്. അത് ഒരുമിച്ച് ചേരുന്നതാണ് ചാവുകടൽ ലിഖിതങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലുള്ള, ലോകത്തിലുള്ള എല്ലാ ബൈബിൾ സ്കൂളിലും, റോമൻ കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ വരെ എല്ലാ സെമിനാരികളിലും ചാവുകടൽ ലിഖിതങ്ങൾ ആധികാരിക ചരിത്രരേഖകളായി. ആ പദം മറക്കരുതേ. ബൈബിൾ ആധികാരിക ഔദ്യോഗിക രേഖയാണ്. അതല്ല,